വിജയനഗര സാമ്രാജ്യത്തിന്റെ കുറച്ച് അവശിഷ്ടങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് നോക്കിയാ പണ്ട് 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 രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന എന്തൊക്കെ സംഭവങ്ങളാണ് കേട്ടോ. റത്തം കാണാം, കല്ലിൻ്റെ റത്തം കാണാതെ ഇവിടെ ആരും പോവില്ല കേട്ടോ. ഇതാണ് ഈ സാധനം കണ്ടോ, ഈ സാധനമാണ് ഈ സാധനം. നൂറ്റാണ്ടുകൾക്ക് മുന്നേ എന്തൊക്കെ സംഭവങ്ങൾ സംഭവിച്ച സ്ഥലങ്ങളായിരിക്കൂലേ, എന്തൊക്കെ യുദ്ധങ്ങള്, വെട്ടിപ്പിടിക്കല്, അവരുടെ ജീവിതങ്ങള്. അങ്ങനെ നമ്മള് വിത്തള ടെമ്പിളിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് മക്കളെ വിത്തള ടെമ്പിള്. ഇവിടെ പറയാ കുത്തി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ, ഇവിടെയൊക്കെ കളിക്കുന്നതായിരിക്കും അല്ലേ ഇതൊക്കെ. എന്റർടൈൻമെന്റ്. ഇതിന്റെയൊക്കെ ബേസിൽ പണിതിട്ടുള്ള ഓരോ മനുഷ്യന്റെയും കഴിവുകളെ പ്രതിഫലിപ്പിക്കുന്ന ഓരോ കൊത്തുപണികളും മനോഹരമായിട്ടുള്ള ആ തൂണുകളായിക്കോട്ടെ, പില്ലറുകളായിക്കോട്ടെ, താഴെ വെച്ചിട്ടുള്ള ഈ ഒരു ടൈലിന്റെ ഫിനിഷിങ് ആയിക്കോട്ടെ, നമുക്ക് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 11 മണിയായിട്ടുണ്ട് കേട്ടോ. ഹംപിയിലെ 2ാമത്തെ ദിവസം. ഇന്നലെ നമ്മൾ ഇവിടെ തന്നെയാണ് സ്റ്റേ ഒക്കെ അടിച്ചത്. അപ്പോൾ തിരിച്ച് മംഗലാപുരത്തേക്ക് പോവുകയാണ് കേട്ടോ. 400 കിലോമീറ്റർ വലിയൊരു ചലഞ്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് വന്ന വരവ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ചലഞ്ചൊന്നുമല്ല. കാരണം ഹിൽസൊന്നുമല്ല, അത്യാവശ്യം ഹൈവേ ഒക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു ഡേ ടൈം ആയതുകൊണ്ട് വെയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്നാലും പറവല്ല, പ്രശ്നമേ കിടയാതെ. ഹംപിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയും കൂടി കാണിച്ചിട്ട്, ഒരു കാര്യം കൂടി കാണിച്ചിട്ടാണ് നമ്മൾ ഹംപിയിൽ നിന്നും വിട പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് എല്ലാവരും കാണുന്ന, ഹംപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലേക്കും വരുന്നത് ഒന്ന് വിരുപക്ഷ ടെമ്പിളും മറ്റൊരു വിത്തള ടെമ്പിളും കേട്ടോ. വിത്തള ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പരിപാടി, എന്താ സംഭവം എന്ന് വഴിയെ കാണാം. ഇന്നലെയും കൂടി ഇവിടെ നിൽക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ 400ഉം മിനിഞ്ഞാന്ന് 600ഉം, മൊത്തം 2 ആൾക്ക് 2 ദിവസം ഇവിടെ നിൽക്കാനായിട്ട്, 2 രാത്രി ഇവിടെ കിടന്നുറങ്ങാനായിട്ട് നമുക്ക് ചിലവ് വന്നിട്ടുള്ളത് 1000 രൂപയാണ് കേട്ടോ. ഇത് ഇവിടെ കിട്ടുള്ളൂ, അത് സംസാരിച്ച് പിടിച്ചിരുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് യാത്ര തുടങ്ങാം. വിജയനഗര സാമ്രാജ്യത്തിന്റെ കുറച്ച് അവശിഷ്ടങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് നോക്കിയാൽ പണ്ട് 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 രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന എന്തൊക്കെ സംഭവങ്ങളാണ് കേട്ടോ. ഇവിടെ ഇതാ ഒരു ടെമ്പിൾ ഉണ്ട്, കൃഷ്ണ ടെമ്പിൾ. ഇതാണ് കൃഷ്ണ ടെമ്പിൾ. നമുക്ക് ടൈം കുറവായതുകൊണ്ടേ നമുക്ക് വേഗം പോകണം. നമുക്ക് വിത്തള ടെമ്പിൾ കണ്ടിട്ട് ആ കല്ലിന്റെ രഥമൊക്കെ കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് പോകണം. എന്താ മുകളിലേക്ക്, അതന്നെ മുകളിലൊക്കെ ഇങ്ങനെ ക്ഷയിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മുകളിൽ ഇതാണല്ലേ, ഇഷ്ടികയാണല്ലേ, മേലെ ഇഷ്ടികയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഒരു വഴിയിലൂടെയാണ് നമുക്ക് ഇങ്ങനെ കയറി പോകേണ്ടത്. നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് കാണാതെ ഹംപിയിൽ നിന്ന് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര അടുത്ത് നിന്നിട്ട് ജസ്റ്റ് ഒരു 8 കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത് കാണാതെ പോയി കഴിഞ്ഞാൽ അത്രയും വലിയ ലോസ് ആവും. അതെന്താ ലെഫ്റ്റ് ടു പോയിന്റ് ബ്ലാങ്ക്. ഇതുപോലുള്ള ആർച്ചുകളുടെയൊക്കെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറി പോവാ. ഈ കാണുന്നതാണ് കേട്ടോ ലോട്ടസ് മഹലാണത്. അതിനകത്തോട്ട് കയറിയിട്ട് കാണാനൊക്കെ ഉണ്ട്. അതിനകത്ത് കയറി അവിടെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഹംപിയിൽ വന്നു കഴിഞ്ഞാൽ 2 ദിവസം ഒന്നുമല്ല, ഒരാഴ്ച ചുറ്റി കാണാനുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. കറക്റ്റായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങി ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങി അവിടത്തെ കുറിച്ച് പഠിച്ച്, അവിടെ ബോർഡുകളുണ്ടാവും, ഇംഗ്ലീഷിലുണ്ടാവും, കന്നഡയിലുണ്ടാവും. നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ചരിത്രത്തെയൊക്കെ അറിഞ്ഞുകൊണ്ട് ഹംപിയിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ കാഴ്ചകളുടെ ദർഗ. അതന്നെ അന്നത്തെ ദർഗയാണ് കേട്ടോ, ദർഗ. അപ്പൊ ഈ സൈഡാടാ ഹംപിയിൽ കാണാനുള്ളത് മുഴുവന് അല്ലേ. അതെന്താ പഴം? പേരക്ക. അതിനെന്താ കന്നഡയിൽ പറയാ? പേരടെ. ഓഹോ, സംഭവം മലയാളമായിട്ട് നല്ല ടച്ചുള്ള വാക്കുകളൊക്കെ തന്നെയാണ്. പക്ഷെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അറിയാത്ത ഒരാളിങ്ങനെ ഞാനിങ്ങനെ സംസാരിച്ച് കേട്ട് ഇങ്ങനെ മനസ്സിലാക്കി കൊണ്ട് വരും കേട്ടോ. ഒരു 2-3 കർണാടക ട്രിപ്പൊക്കെ ആകുമ്പോഴേക്കും ഞാനും ചെറുതായിട്ട് സംസാരിച്ച് തുടങ്ങും. ഇവിടെ എന്തോ ഉണ്ട്. ഇതാണോ കല്ലിൻ്റെ രഥം? ഇതെന്താ അവിടെ ബോർഡൊന്നും കാണാനില്ല. അവിടെ കുറച്ച് സഞ്ചാരികളൊക്കെ നിൽക്കുന്നുണ്ട്. ചെക്കനെ നമ്മള് മീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കണ്ടോ? ഫുള്ളായോ? എപ്പോഴാ പോണ്? വൈകുന്നേരം? ഓക്കെ, ഞങ്ങളിപ്പോ പോവും. ഓക്കെ ബൈ. അവനെന്നലെ നമ്മള് വിരുപക്ഷ ടെമ്പിളില് പോയപ്പോ കണ്ടാണ് കേട്ടോ. ഓനെ കുറിച്ച് സംസാരിച്ചിട്ട് ഇങ്ങനെ നാം എടുത്തിട്ടുള്ളൂ.
21 വയസ്സായിട്ടുള്ളൂ കേട്ടോ. ഒറ്റക്ക് എന്താ പറയാ, ഒരു ചാനലോ ഒരു റീൽ എടുക്കാനോ ഒന്നുമല്ല, അവ കാണാനായിട്ട്. കന്നഡ അറിയില്ല, ഒന്നും അറിയില്ല, അറിയാത്ത നാട്, അറിയാത്ത ഭാഷ ഒന്നും അറിയില്ല. പക്ഷെ ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് അവനായിട്ട് ഒറ്റക്ക് വേറൊരു വൈബ്. ഞാനെന്നൊക്കെ പറഞ്ഞാൽ ഒറ്റക്ക് യാത്രകൾ ചെയ്യും, പക്ഷെ അത് ഇങ്ങനൊരു പർപ്പസിനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഒരാളും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഉണ്ടല്ലോ ഒറ്റക്ക് ഇങ്ങനെ പോവാന്ന് പറഞ്ഞാൽ ശരിക്കും യാത്ര, അതൊക്കെയാണ് ശരിക്കുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ. ഇവിടെയാണ് കേട്ടോ പാർക്കിംഗ് വരുന്നത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ, ഒരുപാട് ഹംപിയിലെ സുവനേഴ്സൊക്കെ കിട്ടുന്ന ഷോപ്പുകൾ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിത്തൽ തമ്പിളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്നും, അതായത് ഈ പാർക്കിങ്ങിൻ്റെ ഈ ഭാഗത്ത് നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ അങ്ങോട്ട് പോകാനുണ്ട്. അതിനായിട്ട് ഇവരുടെ മറ്റേ വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷെ വേറൊരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്ക് 30 രൂപ കൊടുക്കുക, അത് കുഴപ്പമില്ല. പക്ഷെ ഒരു വണ്ടി ഫുള്ളായി കഴിഞ്ഞാലാണ് വണ്ടി പോവുള്ളൂ. അല്ലെങ്കിൽ വെയിലും കൊണ്ടിട്ട്, പൊട്ടിത്തെറിച്ച വെയിലും കൊണ്ടിട്ട് നമ്മൾ ഇങ്ങനെ നടന്നു പോകേണ്ടി വരും. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതേപോലെ ലഗേജ് ബാഗ് ഇട്ടിട്ടാണ്, റൂം വെക്കേറ്റ് ചെയ്തുകൊണ്ട് ബാഗ് ലഗേജൊക്കെ ഉണ്ട് കയ്യിൽ, ടെൻറ്റ് പോലും കയ്യിലെടുത്തിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ വണ്ടി ഫുള്ളായിട്ടോ, നമുക്ക് നൈസായിട്ട് പാളി. ഇവിടെ ക്യൂ ഒക്കെ നിൽക്കണം, ക്യൂ ഒക്കെ നിന്നിട്ട് വേണം ആ വണ്ടി ഇവിടെ കൊടുത്ത് നിർത്തുന്നിട്ട് വേണം പോകാനായിട്ട്. നമ്മളപ്പുറത്ത് കൂടെ പോയപ്പോൾ പറയാ ക്യൂവിൽ വായോ അവസ്ഥ. ബാഗും വെച്ചിട്ട് അവസ്ഥയാവുന്ന തോന്നണത്. പിന്നെ എന്താ പറയുക, ഈ വണ്ടി എന്തായാലും ഫുള്ളായി. ഞാൻ അടുത്ത വണ്ടി നോക്കാം, എപ്പോൾ എടുക്കും എന്തോ. നടന്നിട്ട് പോവാ. അപ്പൊ ഇതാണ് വിത്തള ടെമ്പിളിലേക്കുള്ള എൻട്രൻസ്. നമ്മളവിടെ കൂടെ നിന്ന് ഇറക്കി വിട്ടു. ഇപ്പൊ സമയം 11 മണി കഴിഞ്ഞ്. നല്ല വെയില്, എച്ചാതി വെയിൽ എന്ന് പറയും. ഇതൊക്കെ രാവിലെ കവർ ചെയ്യാതിരിക്കട്ടോ ഏറ്റവും ബെറ്റർ. ഇവിടെ നമ്മൾ വിചാരിച്ചതിനേക്കാളും ടിക്കറ്റാണ് കേട്ടോ. അവിടെ നിന്ന് 30 ഉറുപ്പ്യ കൊടുത്തിട്ട് ഇവിടെ വന്ന് വണ്ടിയിലൊക്കെ ഇവിടെ വന്ന്, പിന്നെ ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് കയറാനായിട്ട്, വിത്തള ടെമ്പിളിലേക്ക് കയറാനായിട്ട് ഒരാൾക്ക് 40 രൂപയാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത്. അത് കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെയായിട്ട് നമുക്ക് ടിക്കറ്റുകളൊന്നും ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. വിരുപക്ഷ ടെമ്പിളായാലും മാതങ്ക ഹിൽസ് ആയാലും 10 പൈസ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് വേൾഡ് യുനെസ്കോ ഹെറിറ്റേജ് ആയതുകൊണ്ടായിരിക്കും 40 രൂപ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വിത്തള ടെമ്പിളിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് മക്കളെ വിത്തള ടെമ്പിള്. ഇവിടെയാണ് ആ ഒരു കല്ലിൻ രഥം കാണാം. രഥം കാണാതെ ഇവിടെ ആരും പോവില്ല കേട്ടോ. ഇതാണ് ഈ സാധനം കണ്ടോ, ഈ സാധനമാണ് ഈ സാധനം. അന്നത്തെ കാലത്ത് കല്ലുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത രഥം ഒന്ന് ആലോചിച്ച് നോക്കിയ എമ്മാതിരി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ. ആ ടയറിൽ പോലും നോക്ക് കൊത്തുപണികൾ, ആ വീല് പോലും കൊത്തുപണിയാണ്. ഇത് അന്ന് ഉരുണ്ടേന്നോ, അന്ന് എടുത്തേന്നോ കാര്യമായിട്ട്? ചിലപ്പോ ഇവിടുന്ന് ആവൂലേ, മറ്റേ ഇന്നലെ ഉണ്ടാക്കിയെന്നല്ലേ രഥം, ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകൂലേ ഈ അമ്പലത്തിൽ നിന്ന്? അറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല. പമ്പ ഫെസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ, മ്യൂസിക്കൽ സ്റ്റോൺ അവിടെ തൊടാൻ പറ്റില്ല അല്ലേ എൻ്റെ മോനെ. അപ്പൊ ഇതാണ് മക്കളെ നമ്മൾ 50 ഉറുപ്പ്യന്റെ നോട്ടിൽ കാണുന്ന ഈ ഒരു സാധനം, രഥം, കല്ലിന്റെ രഥം. സ്കാൻ ചെയ്യുന്നത് മ്യൂസിക് കേൾക്കാനോ? എല്ലാത്തിനും വേറെ സൗണ്ടാണ്. അത് ശരി. ഇതാണ് കേട്ടോ ആ ഒരു മ്യൂസിക്കൽ സ്റ്റോണുകൾ കൊണ്ട് കൊത്തിയെടുത്ത ശില്പങ്ങളും ഇത് തൂണുകളൊക്കെയാണ് കേട്ടോ. ഇവിടെ QR കോഡ് ഉണ്ട്. ആ ഒരു QR കോഡിൽ നമ്മൾ സ്കാൻ ചെയ്യണം. ഇത് ടച്ചാക്കിയാൽ ഈ സൗണ്ട് വരും. ഇത് ടച്ചാക്കിയാലോ ഈ സൗണ്ട്? ഈ കല്ലിന് ചെറിയ തൂണുകളുണ്ടല്ലേ, നമുക്ക് ടച്ചാക്കാൻ പാടില്ല അല്ലേ? ഇപ്പൊ തൊടാൻ പാടില്ല. ആദ്യം തൊടായിരുന്നു, ഇപ്പൊ എല്ലാരും തൊട്ടിട്ട് ചിലപ്പോ അതില്ലാതെയൊക്കെ മനുഷ്യന്മാരല്ലേ. ഇനി അടുത്തത് ഇവിടെ എല്ലാം QR കോഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഗൂഗിളിൽ എടുത്തിട്ട് സ്കാൻ ചെയ്യുക. ആ ഓരോ ബീമിന്റെ ഓരോ പില്ലറിന്റെ മ്യൂസിക് നമുക്ക് കേൾക്കാം. ആദ്യമൊക്കെ തൊട്ടിട്ട് നമുക്ക് കല്ല് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കായിരുന്നു. ഇപ്പൊ പറ്റില്ല. അടുത്തോട്ടെ.
നൈസല്ലോ. ജലതരംഗ. ജലതരംഗ. ഇതിന്റെ പേര്, ഈ മ്യൂസിക്കലിന്റെ പേരാണ് ജലതരംഗ. ജലതരംഗ. അടുത്തിവിടെ ഒന്ന് നോക്കാം. അടുത്ത പില്ലർ കേട്ടാ, ജാഗട്ടെ. ജാഗട്ടെ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഇവിടുന്ന് കേൾക്കാം. ജാഗട്ടെ. ഇത് കോപ്പിറൈറ്റ് ഒന്നും വരില്ലല്ലോ. ഇത് ജാഗട്ടെ എന്ന് പറയുന്ന ഒരു പില്ലറിന്റെ സൗണ്ടാണ് ഇപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്നത് കേട്ടോ. നോക്കട്ടെ, ഈ കല്ലുമ്പ് ശരിക്കും തൊട്ട് കഴിഞ്ഞാ നമ്മൾ അടുത്ത പില്ലർ കേട്ടോ, ഡമറു. ഡമറു ഈ സൗണ്ടാണ് ഈ ഒരു പില്ലറിന്. ഈ സൗണ്ട് വരുന്ന കല്ല് കൊത്തിയിട്ടാണ് ഈ ഒരു പില്ലർ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. എന്താല്ലേ, ഇതൊക്കെ ഒരു കഴിവ് തന്നെയല്ലേ? കഴിവല്ല, ഈ ഒരു കല്ലിന്റെ പ്രത്യേകതയാണ്. അത് വെച്ചിട്ട് കൊത്തിയെടുത്ത് ഉണ്ടാക്കിയെടുത്ത പില്ലറൊക്കെ വെച്ചിട്ട് ഉള്ള ടെമ്പിള്, ബിത്തള ടെമ്പിൾ. ഈ ഒരു മരം നോക്കിയാ എന്റെ പോലെ കൊറേ കാലമായിട്ടുണ്ടാവൂലേ. നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് അകത്തേക്ക് കേറാട്ടോ. എന്ത് എന്തൊക്കെ ലിപികൾ കൊത്തി വെച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ. എന്തൊക്കെ ലിപികൾ ഇവിടെ കൊത്തി വെച്ചതായിട്ട് കാണുന്നുണ്ട്. വെൽക്കം. പക്ഷെ അത് മനസ്സിലാവുന്നില്ല, ഏത് ഭാഷയെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് സുഖം എന്ന് പറയാമോ, ഈ വെയിലത്തുനിന്ന് ഇങ്ങോട്ട് കേറിയപ്പോ ഒരു AC-യിൽ കേറിയ ഫീൽ കേട്ടോ. കല്ല് വെച്ച് കൊത്തിയെടുത്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചൂടെന്താന്ന് അറിയില്ല. നല്ല സുഖമുണ്ട്. ഏത് നശിച്ചു വരുന്നുണ്ട് കേട്ടോ. കല്ലുകളൊക്കെ വീഴുന്നുണ്ട് കണ്ടോ. അതായത് ഒരുപാട് ആളുകൾ അപ്പോൾ ഒരുപാട് സഞ്ചാരികളോട് വന്നിട്ട് അവിടെ എന്തുകൊണ്ടാണെന്നറിയോ ആ ഒരു പില്ലറിൽ തൊട്ടിട്ട് സൗണ്ട് കേൾപ്പിക്കാൻ പറ്റാത്തത്. QR കോഡ് വെച്ചേക്കണ്. ഇതുപോലെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ട് അവിടെ ടച്ചാക്കിയിട്ട് എന്തെങ്കിലും കലമ്പാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടോ, ഒരുപാട് കല്ലുകൾ അവിടെ വീണ് കിടക്കുന്നുണ്ട്, ക്ഷയിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ട് എൻട്രൻസ് ഇല്ലാതെ നമുക്ക് ചുറ്റിൽ നിന്നും കാണുക, അത് മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ, ഇവിടൊക്കെ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ലൊരു ഉറക്കം കിട്ടും. കാരണം കല്ല് അടിയിലും തണുപ്പായിരിക്കും, മേലെന്നും തണുപ്പ്, നല്ല സുഖം. ഒരു AC-യുടെ ആവശ്യമില്ല കേട്ടോ. ഇതോ ഈ ഒരു പില്ലർ കണ്ടോ, ഒറ്റ കല്ലാണേ, ഒരു കല്ല്. നമ്മളിപ്പോൾ വരുമ്പോൾ കണ്ടിട്ടുള്ള പോലത്തെ കല്ല്, അതിൽ തന്നെ കൊത്തിയെടുത്ത രൂപങ്ങള് നോക്കിയാ. താഴ്ഭാഗം വരെ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലേ, കല്ല് വെച്ച് ഫ്ലാറ്റ് ആക്കിയിട്ടില്ലേ. അന്നത്തെ ടൈല് ആ കാലത്ത് അതിനുള്ള എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാവും. എന്ത് സംവിധാനമാണ്? ഇരുമ്പുകൊണ്ട് അടിച്ച് കട്ടാക്കുണ്ടാവും. വലിയ വലിയ ചുറ്റികൾ കണ്ടിട്ടില്ലേ ബാഹുബലിയില്? ചെറിയ പരിപാടിയൊന്നല്ലത്. അന്നൊക്കെ മനുഷ്യന്മാര് പണിയെടുക്കേ. ഇന്ന് വേറെ യന്ത്രങ്ങള്, ഉപകരണങ്ങള്. അതന്നെ നമ്മളിപ്പോ ടൈലിടില്ലേ, ടൈലിടുന്നത് പോലെ കറക്റ്റ് ആയിട്ട് ഇപ്പൊ 4-3, 4-2, 2-4 ആ ഒരു സെറ്റപ്പ് ടൈലൊക്കെ കട്ട് ചെയ്ത പോലെ തന്നെ കറക്റ്റ് ആയിട്ട്. ഇത് കണ്ടോ, ഈ സൈസിലാണ് എല്ലാ ടൈലുകളും വെച്ചിട്ടുള്ളത്. കല്ലിന്റെ ടൈലുകൾ. ചിലത് വലിയ സൈസ് ഉണ്ട് കേട്ടോ, ഇതൊക്കെ ഒരേ സൈസാ. നോക്കിയാ കറക്റ്റായിട്ട് യുണീക്കായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു വർക്ക്. അന്നത്തെ കാലത്ത് കട്ട് ചെയ്യാനൊക്കെ എന്താ ഇവര് ചെയ്തിരുന്ന ഒരു പിടുത്തല്ലാട്ടാ. മ്യൂസിക് ഉണ്ടാ, ടച്ച് ചെയ്യാൻ പാടില്ല. ഇതാണ് ഒരു ക്ഷേത്രം വരുന്നത്, വിത്തള ടെമ്പിൾ വരുന്നത്. അപ്പോൾ അങ്ങോട്ട് കയറാം. അതിനകത്തേക്കൊക്കെ ആൾക്കാർ കയറി പോകുന്നുണ്ട് കേട്ടോ. വലിയ കല്ല്, ഒറ്റ കല്ലിൽ ചെയ്ത പരിപാടി. എൻ്റെ മോനെ, കഴിവുകളാണ്. അതായത് ഓരോ മനുഷ്യൻ ഇതിൻ്റെയൊക്കെ ബേസിൽ പണിതിട്ടുള്ള ഓരോ മനുഷ്യൻ്റെയും കഴിവുകളെ പ്രതിഫലിപ്പിക്കുന്ന ഓരോ കൊത്തുപണികളും, മനോഹരമായിട്ടുള്ള ആ തൂണുകളായിക്കോട്ടെ, പില്ലറുകളായിക്കോട്ടെ, താഴെ വെച്ചിട്ടുള്ള ഈ ഒരു ടൈലിൻ്റെ ഫിനിഷിങ് ആയിക്കോട്ടെ, നമുക്ക് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പറയാം കുത്തി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഇവിടെയൊക്കെ കളിക്കുന്നതായിരിക്കും അല്ലേ ഇതൊക്കെ.
ഓരോരോ എന്റർടൈൻമെന്റ്. ആ നമ്മൾ തായം കളിക്കൊക്കെ ഇല്ലേ, പാമ്പും കൂണിയൊക്കെ ഇല്ലേ, അതുപോലെ അതുപോലത്തെ സെറ്റപ്പ് കൂടെ കുത്തിവെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണ്. കാണുന്നില്ല, നമ്മ മാത്രം പിടിച്ച് കാണാൻ. ഇതൊക്കെ നമ്മൾ മാത്രം തേടി കണ്ടുപിടിച്ച് ഇതാ ഇവന്റെ കഴിവിൽ ഇവൻ തേടി കണ്ടുപിടിച്ച് ഇതാക്കുന്നതാണ് കേട്ടോ. ഇത് നോക്കിയാ സംഭവം ഇവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അവ അവിടെ ഇരുന്നു. അവിടെ ഒരു ത്രികോണം കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇതൊക്കെ ഓരോ കളികളായിരിക്കും കേട്ടോ അന്നത്തെ കാലത്ത്. വേറെ എന്റർടൈൻമെന്റുകളൊന്നും ഇല്ലല്ലോ. സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക് ഒന്നും അന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങാൻ തിരിച്ചു പോവാണ്. അവിടെ വണ്ടിയിൽ കയറുക, മിന്നുക. ഈ ഒരു മരം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പക്ഷേ ഇലകളൊന്നുമില്ല, വലിയ തണലൊന്നുമില്ല. പോവല്ലേ, പടക്കല്ലേ, 400 കിലോമീറ്റർ